നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ജിയോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ നദികളെക്കുറിച്ചാണ്. അപ്പോൾ നദികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പോട്ടോമോളജി എന്നാണ്. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടോമോളജിയാണ്. ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ നദികളെക്കുറിച്ചാണ്. ഇന്ത്യൻ നദികളെ പ്രധാനമായും 2 കാറ്റഗറിയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറിയാണ് ഹിമാലയൻ നദികളെന്ന് പറയുന്നു. രണ്ടാമത്തെ കാറ്റഗറി ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികളുടെ ഇംഗ്ലീഷ് ഹിമാലയൻ റിവേഴ്സ് എന്നും ഉപദ്വീപീയ നദികളുടെ ഇംഗ്ലീഷ് പെനിൻസുലാർ റിവേഴ്സ് എന്നുമാണ്. അപ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായും 2 കാറ്റഗറിയായി തരംതിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. പ്രധാനമായിട്ടും ഹിമാലയൻ നദികൾ ആദ്യം പഠിക്കുന്നത്. ഹിമാലയൻ നദികളുടെ പ്രധാന ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം, അപ്പോൾ എല്ലാവർക്കും പറയാം ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാലയമാണ്. അല്ല, ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ട് പറയുന്നത് ഉത്തരപർവ്വത മേഖല, നോർത്ത് മൗണ്ടൻ റേഞ്ചാണ്. അപ്പോൾ ഇന്ത്യൻ നദികളെ 2ആയി തിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ട് പറയുന്നത് ഉത്തരപർവ്വത മേഖലയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ കവാടം എന്ന് പറയുന്ന പ്രദേശമാണ് ഋഷികേശ് എന്ന് പറയുന്നു. ഹിമാലയത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് ഋഷികേശ് ആണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹിമാലയൻ നദികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് പെരിനിയൽ റിവേഴ്സ് അല്ലെങ്കിൽ വറ്റാത്ത നദികൾ എന്ന് പറയുന്നു. പെരിനിയൽ റിവേഴ്സ് അല്ലെങ്കിൽ വറ്റാത്ത നദികൾ എന്ന് പറയാൻ കാര്യം, വർഷകാലത്ത് മഴ പെയ്തും വേനൽക്കാലത്ത് മഞ്ഞുരുകിയും വർഷം മുഴുവൻ ജലം നൽകുന്ന അല്ലെങ്കിൽ ജലമുള്ള നദികളായതുകൊണ്ട് ഹിമാലയൻ നദികളെ പെരിനിയൽ റിവേഴ്സ് എന്ന് പറയുന്നു. ഹിമാലയൻ നദികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറയാൻ കാര്യം, ഹിമാലയൻ നദികൾ മിക്കവയും അല്ലെങ്കിൽ ഹിമാലയൻ നദികൾ ഹിമാലയത്തേക്കാൾ പഴക്കം ചെന്നതായതുകൊണ്ട് ഈ നദികൾക്ക് പറയുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ് റിവേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഹിമാലയൻ നദികളെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ നദികളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു: ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിനകത്ത് ആദ്യ നദിയായ സിന്ധു നദിയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സിന്ധു നദിയെക്കുറിച്ച് പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി. അടുത്തത്, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്നു. അപ്പോൾ ഗിരികന്ധരം എന്ന് വെച്ചാൽ കുത്തനെയുള്ള 2 വശവും കുത്തനെയുള്ള സൈഡിലൂടെ ഒക്കെ ഒഴുകുന്ന നദിയാണ്. ഗിരികന്ധരത്തിന് ഇംഗ്ലീഷ് GORGE, ജോർജ്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന നദി, അതും PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്തൊരു പ്രത്യേകതയാണ്, ലേ പട്ടണത്തെ വലം വെച്ച് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ 3 പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന നദി, ലേ പട്ടണത്തെ വലം വെച്ച് ഒഴുകുന്ന നദിയാണ്. എവിടെ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്? തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊഗാർചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാ? തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബൊഗാർചു ഗ്ലേസിയർ. ഈ ബൊഗാർചു ഗ്ലേസിയറിന് പറയുന്ന മറ്റൊരു പേരാണ് ലയൺസ് മൗത്ത് അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വായെന്ന് പറയുന്നു. ലയൺസ് മൗത്ത് അല്ലെങ്കിൽ ഈ സിംഹത്തിൻ്റെ വായെന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഉത്ഭവത്തിനാണ്. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിൽ. എവിടെ വെച്ചാൽ? പാകിസ്ഥാനിലെ കറാച്ചിക്ക് സമീപം അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. സിന്ധു നദിയുടെ ശരാശരി നീളം 2880 കിലോമീറ്ററാണ്. സിന്ധുവിൻ്റെ ശരാശരി നീളം 2880 കിലോമീറ്ററാണ്. അടുത്തൊരു പോയിന്റ്, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം. PSC ചോദിച്ച ക്വസ്റ്റ്യനാ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലൂടെ ഏകദേശം 709 കിലോമീറ്ററാണ് സിന്ധു നദി പ്രധാനമായും ഒഴുകുന്നത്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദി എന്ന് വെച്ചാൽ എന്താ? പോഷക നദിയുണ്ട്, കൈവഴിയുണ്ട്. പോഷക നദി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി, കൈവഴി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയും. പോഷക നദി എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്നും ഉത്ഭവിച്ച് സിന്ധു നദിയിൽ വന്നു ചേരുന്ന നദികളാണ് പോഷക നദി. അപ്പോൾ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ രവി,
ചലം, ബിയാസ്. രവി, ചലം, ബിയാസ്, ചിനാബ്, സത്ലജ്. അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ പഠിച്ച രീതിയിലേക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അതോടൊപ്പം തന്നെ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നു. സിന്ധുവിലെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നു. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയായിട്ട് പറയുന്ന ബിയാസ് ആണ്. ഏറ്റവും വലിയ പോഷക നദിയായിട്ട് പറയുന്നത് ചിനാബാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നു. ഇനി അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സിന്ധു നദിയെക്കുറിച്ച് പറയാനുള്ളത്. മോഹൻജൊദാരോ സിന്ധു നദി തീരത്താണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഹൻജൊദാരോ സിന്ധു നദി തീരത്താണ്. അതോടൊപ്പം തന്നെ സിന്ധു നദിയുടെ 5 പോഷക നദികളുണ്ടെന്ന് പറഞ്ഞു. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ നദികൾക്ക് പറയുന്ന പേര് പഞ്ചനദികൾ അല്ലെങ്കിൽ 5 നദികൾ എന്ന് പറയുന്നു. എങ്കിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. പഞ്ചനദികളുടെ അല്ലെങ്കിൽ 5 നദികളുടെ നാടെന്ന് പറയുന്നത് പഞ്ചാബാണ്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, ഈ നദികളെ പറയുന്ന പേര് പഞ്ചനദികളെന്നാണ്. പഞ്ചനദികളുടെ നാടെന്ന് പറയുന്ന പഞ്ചാബാണെങ്കിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശം പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സപ്തസിന്ധു പ്രദേശം എന്നാണ്. എന്താ ഈ സപ്തസിന്ധു പ്രദേശത്തിൻ്റെ പ്രത്യേകത? PSC ചോദിച്ചാണ്. സപ്തസിന്ധു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആര്യന്മാർ ആദ്യമായി ആവാസമുറപ്പിച്ച പ്രദേശമാണ്. അപ്പോൾ ചോദിക്കാം, ഏതൊക്കെയാ സപ്തസിന്ധു നദികൾ? സപ്തസിന്ധു നദികൾ എന്ന് വെച്ചാൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും. അപ്പോൾ എത്ര നദിയായി? 6 നദിയായി. പിന്നെ വരുന്ന സരസ്വതിയാണ്. അപ്പോൾ സിന്ധു, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, സരസ്വതിയാണ് സപ്തസിന്ധു നദികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റാണ്. പ്രധാനമായിട്ടും സിന്ധു നദികളുടെ പോഷക നദികളുണ്ട്. ആദ്യത്തെ നദിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ചലം നദി എന്ന് പറയുന്നു. ഈ ചലം നദിയുടെ പ്രാചീന നാമം വിദാസ്ത എന്ന് പറയുന്നു. ഈ ചലം നദി ഉത്ഭവിക്കുന്ന ജമ്മു കാശ്മീരിലെ വെരിനാഗ് അരുവിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഉറി പദ്ധതി. PSC ചോദിച്ചതാണ് ജമ്മു കാശ്മീരിലെ ഉറി പദ്ധതി ചലം നദിയിലാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് BC 326 ചലം നദീതീരത്ത് വെച്ച് നടത്തിയ യുദ്ധമാണ് ഹൈഡസ് പാസ് യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? അലക്സാണ്ടറും പോറസും തമ്മിലായിരുന്നു. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദിയും നദിയാ? ചലം നദിയാണ്. ഇനി രണ്ടാമത്തെ നദിയാണ് ചലം ചിനാബ്. അതിൻ്റെ പേര് അസ്കിനി, പഴയ പേര് അസ്കിനി അല്ലെങ്കിൽ ചന്ദ്രഭാഗ എന്ന് പറയുന്നു. അതിൻ്റെ 3 പ്രധാനപ്പെട്ട പോയിന്റാണ്. ജമ്മു കാശ്മീരിലെ ദുൽഹസ്തി, സലാൽ, ബഗ്ലിഹാർ. ജമ്മു കാശ്മീരിലെ ദുൽഹസ്തി, സലാൽ, ബഗ്ലിഹാർ പദ്ധതികൾ ചിനാബ് നദിയിലാണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ബഗ്ലിഹാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ബഗ്ലിഹാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ചലം ചിനാബാണ്. ഇനി രവി നദിയാണ്. രവി നദിയുടെ പ്രാചീന നാമം പരുഷ്ണി എന്നാണ്. രവി നദിയുടെ പഴയകാല പേര് പരുഷ്ണി എന്നാണ്. അതോടൊപ്പം തന്നെ ഈ നദിയെ വിശേഷിപ്പിക്കുന്നത് ലാഹോറിൻ്റെ നദി എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്തൊരു പോയിന്റാണ്. രവി നദിയുടെ പ്രാചീന നാമം പരുഷ്ണി എന്നാണ്. ഈ നദിയെ ലാഹോറിൻ്റെ നദി എന്ന് വിശേഷിപ്പിക്കുന്നു. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ രവി നദീ തീരത്താണ് അല്ലെങ്കിൽ പരുഷ്ണി നദീ തീരത്താണ്. അതോടൊപ്പം തന്നെ വേദകാലത്തെ 10 രാജാക്കന്മാർ ചേർന്ന യുദ്ധമായ ദശരഞ്ജന യുദ്ധം പരുഷ്ണി നദിയുടെ തീരത്താണ്. ദശരഞ്ജന യുദ്ധം പരുഷ്ണി നദിയുടെ തീരത്താണ്. അടുത്തൊരു പ്രത്യേകതയാണ് തെയിൻ ഡാം അഥവാ രഞ്ജിത് സാഗർ എന്ന് പറയുന്ന ഡാം രവി നദിക്ക് കുറുകയാണ്. അപ്പോൾ ചലം, ചിനാബ്, രവിയായി. അടുത്താണ് ബിയാസ് നദി. ബിബാസ എന്ന് പറയുന്നു. പഴയ പേര് ബിബാസ എന്ന് പറയുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അടുത്ത ഒരു നദിയാണ് സത്ലജ്. സത്ലജ് നദി ശതദ്രു എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് PSC ചോദിച്ചാണ്. ഫക്രാനങ്കൽ ഡാം സത്ലജ് നദിയിലാണ്. ഇനി ഒരു പോയിന്റോടെ ഈ നദികളെക്കുറിച്ച് പറയാം. രവി, ബിയാസ്, സത്ലജ് നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നു. അത് രവി, ബിയാസ്, സത്ലജ് നദികളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്.
ഇനി സിന്ധു നദിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ ഇൻഡസ് റിവർ എഗ്രിമെന്റ് ആക്ട് എന്ന് പറയുന്നു. സിന്ധു നദീജല കരാർ നിലവിൽ വന്ന വർഷം, സിന്ധു നദീജല കരാർ നിലവിൽ വന്നത് 1960, അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ നിലവിൽ വന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു. ഓക്കെ, ആരൊക്കെയാണ് ഈ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനുമാണ്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് IBRD എന്നാണ്. എന്താണ് IBRD? IBRD എന്ന് വെച്ച് ഇത്രേ ഉള്ളൂ, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്തത് രണ്ടാമത്തെ സിന്ധു നദിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ നദിയായ ഗംഗ നദിയെക്കുറിച്ചാണ് പറയുന്നത്. ഗംഗാ നദിയെക്കുറിച്ച് പറയുമ്പോൾ ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി, നാഷണൽ റിവർ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. രണ്ടാമത്തെ പോയിൻ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. അടുത്തൊരു പോയിന്റ്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദിയാണ്. അടുത്ത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദി. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പോഷക നദിയും കൈവഴിയും തമ്മിലുള്ള വ്യത്യാസം. പോഷക നദി ട്രിബ്യൂട്ടറി, കൈവഴി ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്നു. പോഷക നദി എന്ന് പറയുമ്പോൾ പോഷിപ്പിച്ചുകൊണ്ട് വലുതാക്കി ഒരു നദിയെ വലുതാക്കി കൊണ്ടുപോകുന്നു. കൈവഴി എന്ന് പറയുന്നത് നദി പിരിഞ്ഞ് പല വഴിക്ക് പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും കൈവഴികളുള്ള നദിയും ഗംഗയാണ്. അതോടൊപ്പം തന്നെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗായ്മു ഗുഹയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗായ്മു ഗുഹയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഇത് ഗംഗോത്രി ഹിമപാടം, ഇതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മു ഗുഹയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ശരാശരി നീളം 2525 കിലോമീറ്റർ. 2525 കിലോമീറ്ററാണ്. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, പ്രധാനമായിട്ടും ഗംഗാനദിയും അതിൻ്റെ പോഷകനദി ഒഴുകുന്നതാണ്. ഗംഗ ഒഴുകുന്നത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. അതോടൊപ്പം തന്നെ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ഇനി ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. ഗംഗയുടെ പ്രധാന പോഷകം നമുക്കൊന്ന് പറയാം. ഒന്നാമത്തെയാണ് യമുന. ഒന്നാമത്തെ നദി യമുന. അതോടൊപ്പം തന്നെ ഗോമതി, ഗാഗ്ര, ഗന്ധക്. അപ്പോൾ 4 പറഞ്ഞു. ഏതൊക്കെയാ? യമുന, ഗോമതി, ഗാഗ്ര, ഗന്ധക്. അതോടൊപ്പം തന്നെ കോസി, ദാമോദർ, രാംഗംഗ സോൺ. യമുന, ഗോമതി, ഗാഗ്ര, ഗന്ധക്. കോസി, ദാമോദർ, രാംഗംഗ സോൺ. മഹാനന്ദ, അളകനന്ദ, ഭഗീരഥി. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏകദേശം 11 പോഷക നദികളാണുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറഞ്ഞു. അപ്പോൾ 11 പോഷകം നമുക്ക് നോക്കാം. യമുന, ഗോമതി, ഗാഗ്ര, ഗന്ധകി, കോസി, ദാമോദർ, രാംഗംഗ സോൺ, മഹാനന്ദ, അളകനന്ദ, ഭഗീരഥി. ഇത്രയാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നു. ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. അതോടൊപ്പം തന്നെ അലഹബാദിലെ പ്രയാഗിൽ വെച്ചാണ് യമുന ഗംഗയ്ക്കൊപ്പം ചേരുന്നത്.
പ്രയാഗിൽ വെച്ചാണ് യമുന ഗംഗയ്ക്കൊപ്പം ചേരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ സരസ്വതി എന്ന് പറയുന്ന നദിയുമായി കൂടിച്ചേരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗംഗ, യമുന, സരസ്വതി. അപ്പോൾ ഈ പ്രദേശം അറിയപ്പെടുന്ന ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അലഹബാദിൽ പ്രയാഗിൽ വെച്ച് ഗംഗ യമുനയുമായി കൂടിച്ചേരുന്നു, അവിടെ വെച്ച് സരസ്വതി നദിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെയാണ് ഇതിനെയാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തെക്ക് നിന്ന് ഉത്ഭവിക്കുന്നതിൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി, തെക്ക് നിന്ന് ഉത്ഭവിക്കുന്നതിൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. തെക്ക് നിന്ന് ഉത്ഭവിക്കുന്നതിൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്ന നദി. ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട്, ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ പേര് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫരാക്ക ബാരേജ് ആണ്. ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഫരാക്ക ബാരേജ് ആണ്. ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം, ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലമാണ് മഹാത്മാഗാന്ധി സേതു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഫരാക്ക ബാരേജ്, ഏറ്റവും വലിയ പാലമാണ് മഹാത്മാഗാന്ധി സേതു എന്ന് പറയുന്നു. ഇനി ഗംഗാനദിയെ ബംഗ്ലാദേശിൽ മേഘന, അതോടൊപ്പം തന്നെ പത്മ, പത്മ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് മേഘന, പത്മ എന്നീ പേരുകളിലാണ് ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഇനി ഗംഗാനദിയിലെ പഞ്ചപ്രയാഗങ്ങൾ, അല്ലെങ്കിൽ ഗംഗാനദിയിലെ അതിൻ്റെ പോഷക നദിയുമായി ബന്ധപ്പെട്ട 5 നദികൾ തമ്മിൽ ഇതിനെയാണ് പഞ്ചപ്രയാഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഗംഗ, യമുന, സരസ്വതി. ഗംഗ, യമുന, സരസ്വതി എന്ന് പറയുന്നത് ത്രിവേണി സംഗമമാണ്. ഇനി അടുത്താണ് അളകനന്ദ, മന്ദാകിനി. അളകനന്ദ, മന്ദാകിനി എന്ന് പറയുന്നത് ഏതാണ്? രുദ്രപ്രയാഗാണ്. അളകനന്ദ, മന്ദാകിനി രുദ്രപ്രയാഗാണ്. അളകനന്ദ പിണ്ടാർ എന്ന് പറയുന്നത് കർണപ്രയാഗാണ്. ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമം, അളകനന്ദ, മന്ദാകിനി രുദ്രപ്രയാഗ്, അളകനന്ദ പിണ്ടാർ കർണപ്രയാഗ്, അളകനന്ദ ധൗളിഗംഗ വിഷ്ണുപ്രയാഗാണ്. അതോടൊപ്പം തന്നെ സോണഗംഗ, മന്ദാകിനി സോണപ്രയാഗാണ്. ഇനി പ്രധാനമായിട്ടും ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട്. ഗംഗ, അതോടൊപ്പം തന്നെ ആ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് പ്രധാനമായിട്ടുള്ള ഗംഗ ആക്ഷൻ പ്ലാൻ, നമാമി ഗംഗ പദ്ധതി, ഗംഗാ ജൽ പദ്ധതി. ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ 1986 വന്ന ഒരു പദ്ധതിയാണ്. ഗംഗ നദി ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇനി നമാമി ഗംഗാ പദ്ധതി എന്ന് വെച്ചാൽ ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്ന ഗ്രാമങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നമാമി ഗംഗാ പദ്ധതി. ഇനി അടുത്ത ഗംഗാ ജൽ പദ്ധതി എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ഗംഗാജലം വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗംഗാ ജൽ പദ്ധതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും ഹിമാലയനിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ജലസമൃദ്ധിയുള്ള നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നു. ഗംഗയുമായി ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ സൃഷ്ടിച്ചിരിക്കുന്ന നദിയാണ്. അപ്പോൾ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു. ഗംഗയുമായി ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ സൃഷ്ടിച്ചിരിക്കുന്ന നദിയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജല ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, മാജുലി നദീജല ദ്വീപാണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അത് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജല ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദി, ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലുള്ള നദിയെ ടീസ്റ്റ. അതോടൊപ്പം തന്നെ ടീസ്റ്റ എന്ന് പറയുന്ന ഉപനദിയായുള്ള നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു പോയിൻ്റാണ്, ഈ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ചെമയുങ്ദങ് ഗ്ലേസിയർ അല്ലെങ്കിൽ ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? വടക്കൻ ഹിമാലയത്തിലെ ചെമയുങ്ദങ് ഹിമാനിയിൽ നിന്നാണ് ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ ശരാശരി നീളം,
ബ്രഹ്മപുത്ര നദിയുടെ ശരാശരി നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ. ബ്രഹ്മപുത്രയുടെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? വടക്കൻ ഹിമാലയത്തിലെ ചെമയിങ്ദങ് ഹിമാനിയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ നീളം, ബ്രഹ്മപുത്ര നദിയുടെ നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്ററാണ്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് പ്രധാനമായും ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ബ്രഹ്മപുത്ര പ്രധാനമായി ഒഴുകുന്ന ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ. ഇന്ത്യയിലൂടെ പ്രധാനമായും ഒഴുകുന്നത് 725 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ ഈ നദി ബംഗ്ലാദേശിൽ ജമുന എന്നും അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്നും പറയുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നും അരുണാചൽ പ്രദേശിൽ ഡിഹാങ് എന്നും തിബറ്റിൽ സാങ്പോ എന്നും വിശേഷിപ്പിക്കുന്നു. 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് ഡിഹാങ് എന്നാണ്. തിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ. 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ബംഗ്ലാദേശിൽ ജമുന, അരുണാചൽ പ്രദേശിൽ ഡിഹാങ്, തിബറ്റിൽ സാങ്പോ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന അരുണാചൽ പ്രദേശിലൂടെയാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന അരുണാചൽ പ്രദേശിലൂടെയാണ്. അതോടൊപ്പം തന്നെ ബ്രഹ്മപുത്ര നദിയുടെ പ്രാചീന നാമം, പഴയ കാലത്തെ പേര് ലൗഹിത്യ എന്നാണ്. ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ബ്രഹ്മപുത്ര നദി വിശേഷിപ്പിക്കുന്നത് ചുവന്ന നദി എന്ന് വിശേഷിപ്പിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നും ആസാമിൻ്റെ ദുഃഖം എന്നും വിശേഷിപ്പിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കമുങ്, ധനുശ്രീ, ടീസ്റ്റ. കമുങ്, ധനുശ്രീ, ടീസ്റ്റ. കമുങ്, ധനുശ്രീ, ടീസ്റ്റ. ഈ ടീസ്റ്റ നദിയെ വിശേഷിപ്പിക്കുന്ന സിക്കിമിൻ്റെ ജീവരേഖ എന്ന് പറയുന്നു. സിക്കിമിൻ്റെ ജീവരേഖ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിലൊഴുകുന്ന നദിയാണ് ടീസ്റ്റ. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞ 3 കമുങ്, ധനുശ്രീ, ടീസ്റ്റ. അടുത്ത് ദിബാങ് മനാസ്. ദിബാങ് മനാസ്. കമുങ്, ധനുശ്രീ, ടീസ്റ്റ, ദിബാങ് മനാസ്. അടുത്തതാണ് സുബിൻ സിരി. ദിബാങ് മനാസ്, സുബിൻ സിരി. അടുത്താണ് ലോഹിത് നദിയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. കമുങ്, ധനുശ്രീ, ടീസ്റ്റ, ദിബാങ്, മനാസ്, സുബിൻ സിരി. അടുത്താണ് ലോഹിത് നദി എന്ന് പറയുന്നു. അപ്പോൾ മനാസ് നദി പ്രധാനമായും ഉത്ഭവിക്കുന്നത് ഭൂട്ടാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് മനാസ് നദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സുബിൻ സിരി നദിയുടെ പോഷക നദിയാണ് കമല എന്ന് പറയുന്നു. അപ്പോൾ മനാസ് നദിയാണ് ഭൂട്ടാനിൽ നിന്നും ഉത്ഭവിക്കുന്നത്. സുബിൻ സിരി നദിയുടെ പോഷക നദിയാണ് കമല എന്ന് പറയുന്നു. ഇനി PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഈ പാലത്തിൻ്റെ പേരാണ് ധോലാ സാദിയ പാലം. ഈ ധോലാ സാദിയ പാലത്തിൻ്റെ മറ്റൊരു പേര് ഭൂപൻസ് ഹസാരിക. ഭൂപൻസ് ഹസാരിക എന്ന് പറയുന്നു. ഭൂപൻസ് ഹസാരിക എന്ന് പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ധോലാ സാദിയ പാലം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസാം. അതോടൊപ്പം അരുണാചൽ പ്രദേശിനെയും അസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയിലാണ്. ധോലാ സാദിയ പാലത്തിൻ്റെ നീളമെന്ന് വെച്ചാൽ 9.15 കിലോമീറ്ററാണ്. ധോലാ സാദിയ പാലത്തിൻ്റെ ശരാശരി നീളം 9.15 കിലോമീറ്ററാണ്. ഇരുവശത്തെയും അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 28.50 കിലോമീറ്ററാണ്. അതോടൊപ്പം തന്നെ ധോലാ സാദിയ പാലത്തിൻ്റെ വീതി എന്ന് വെച്ചാൽ 13 മീറ്ററാണ്. അതോടൊപ്പം തന്നെ ശരാശരി ഭാരശേഷി 60 ടണ്ണാണ്. 2017 നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ പാലം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ബ്രഹ്മപുത്ര നദിയിലെ പ്രധാന പോഷക നദി കമുങ്, ധനുശ്രീ, ടീസ്റ്റ, ദിബാൻ, മനാൻ, സുബിൻ സിരി, ലോഹിത്താണ്. സുബിൻ സിരി നദിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സുബിൻ സിരി നദി.